മുക്തിയുടെ ഈ 12ാമത് വാർഷിക ആഘോഷവേദി സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യത്താൽ നിറയപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. അനുപമമായ ജീവിത മാതൃകയിലൂടെ കേരളീയ സമൂഹത്തിൻ്റെ ആകമാനം ആദരവ് ഏറ്റുവാങ്ങിയ സവിശേഷമായ ഒരു വ്യക്തിത്വത്തെ ഈ വേദിയിൽ വെച്ച് മുക്തി കുടുംബം ഒന്നടങ്കം ഇപ്പോൾ ആദരിക്കുകയാണ്. റവറൻഡ് ഫാദർ ഷിബു കുറ്റിപ്പറശ്ശേൽ ആമുഖങ്ങൾക്കും പരിചയപ്പെടുത്തലുകൾക്കും ആവശ്യമില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യമുഖം. മലങ്കര യാക്കോബയ സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠൻ, സർവ്വലോകത്തിൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി സ്വന്തം രക്തം തന്നെ ഊറ്റി നൽകിയ ദൈവപുത്രനായ ക്രിസ്തുദേവൻ്റെ ഭാവം തന്നിലേക്ക് ആവാഹിച്ച യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. മാരകമായ വൃക്കരോഗത്തിന് അടിമപ്പെട്ട് മരണകരമായ അനുഭവത്തിലൂടെ ജീവിതം മുമ്പോട്ട് നയിച്ച തൃശ്ശൂർ ചാവക്കാട് സ്വദേശിനിയായ ഹൈറുനിസ എന്ന ഇസ്ലാം മതവിശ്വാസിയായ നമ്മുടെ പ്രിയ സഹോദരിക്ക് തൻ്റെ വൃക്കകളിലൊന്ന് ദാനം നൽകി ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലേക്കും സ്വപ്നങ്ങളിലേക്കും ബഹുമാനപ്പെട്ട ഷിബു കുറ്റിപ്പറശ്ശേലച്ചൻ പ്രിയപ്പെട്ട ഹൈറുനിസയെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. അവയവദാനം എന്ന മഹാകാരുണ്യ പ്രവൃത്തിയിലൂടെ മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും അപ്പുറം മാനവസേവയാണ് മാധവസേവ എന്ന് തെളിയിച്ച് തൻ്റെ ജീവിതം തന്നെ സന്ദേശമാക്കി തീർത്ത് സമൂഹത്തിന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും പുതിയ മാതൃക പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നു. വയനാട് ജില്ലയിലെ മാടക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ കുറ്റിപ്പറശ്ശേൽ യോഹന്നാൻ അന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ച ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ കഴിഞ്ഞ 13 വർഷത്തെ തൻ്റെ സമർപ്പിതമായ പൗരോഹിത്യ വഴികളിൽ സമൂഹത്തിന് എന്നും മാതൃകയായി നിലകൊള്ളുന്നു. അവയവദാനത്തിലൂടെ മാത്രമല്ല, ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമപ്പെട്ട് ചികിത്സിക്കുവാൻ നിവൃത്തിയില്ലാതെ വേദനിക്കുന്ന അനേകം രോഗികൾക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ഈ നാളുകളിൽ നൽകി വരുന്നു. അങ്ങനെ ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് അനുകരണീയമായ മാതൃക സൃഷ്ടിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബു കുറ്റിപ്പറശ്ശേൽ അച്ഛനെ മുക്തിയുടെ ഈ 12ാമത് വാർഷിക ആഘോഷവേദിയിൽ മുക്തി കുടുംബം ഒന്നടങ്കം ആദരിക്കുകയാണ്. കേരളത്തിൻ്റെ ആകമാനം പ്രശംസ ഏറ്റുവാങ്ങി യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ മാതൃക നമുക്ക് കാട്ടിത്തൽകിയ ബഹുമാനപ്പെട്ട ഷിബു കുറ്റിപ്പറശ്ശേൽ അച്ഛനെ മുക്തിയുടെ സ്നേഹ ആദരവുകൾ ഏറ്റുവാങ്ങുവാനായി ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമാ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ അഭിബന്ധ്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമേനി ബഹുമാനപ്പെട്ട അച്ഛനെ ഇപ്പോൾ ആദരസൂചകമായി ഷാൾ അണിയിച്ച് ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ അതിനായി ക്ഷണിക്കുന്നു. അഭിബന്ധ്യ തിരുമനസിനോട് ഞങ്ങൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ ആദരസൂചകമായി അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. വയനാടിൻ്റെ മാത്രമല്ല, മുക്തിയുടെ മാത്രമല്ല, ഈ നാട്ടിൻ്റെ ആകമാനം സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും അടയാളമായി മുക്തിയുടെ ഉപഹാരം അഭിവന്ദ്യ എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ടിപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് നൽകി ആദരവുകൾ അറിയിക്കും. എല്ലാവർക്കും ശാന്തമായ ഇരിപ്പിടങ്ങളിലിരിക്കാം. മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഷിബു കുറ്റിപ്പറശ്ശേൽ അച്ഛനെ സ്നേഹാദരവുകളോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അഭിമന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ മുക്തി കുടുംബത്തിൻ്റെ അംഗങ്ങളായി ഈ യോഗത്തിൽ സംബന്ധിക്കാനെത്തിയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുകയാണ്. ഈ കുടുംബം നൽകിയ
എല്ലാ സ്നേഹാദരവിനും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 43 ദിവസമേ ഇന്നത്തേക്കായുള്ളൂ. അത് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് തെളിയുന്നൊരു ഭാവം എനിക്കറിയാം. എൻ്റെ ചേട്ടൻ്റെ മോള് കഴിഞ്ഞ ദിവസം ചേച്ചിയോടൊരു ചോദ്യം ചോദിച്ചു, അല്ല മമ്മി, സത്യത്തിൽ നമ്മുടെ അച്ചാച്ചൻ കിഡ്നി കൊടുത്തിട്ടാണോ വന്നേ? എന്തേന്ന് ചോദിച്ചാൽ പറഞ്ഞല്ല, പറമ്പിൽ കൂടെയൊക്കെ നടക്കണ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് യാതൊരു കുഴപ്പവുമില്ലാതെ എനിക്ക് എൻ്റെ ശുശ്രൂഷകളിലേക്ക് തുടർന്നും ചേരുവാനായിട്ട് സാധിച്ചു എന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ അടുത്ത നാളിൽ യാക്കോബായ സഭയിലെ ചില കുസൃതി കുരുന്നുകൾ ഒരു പുതിയ കുസൃതി ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. യാക്കോബായ സഭയിലെ വൈദികരിൽ KD ലിസ്റ്റിൽ പെടുന്ന ഒരച്ഛൻ്റെ പേര് പറയാം. സാധാരണ അച്ഛന്മാരൊന്നും KDകളല്ല, പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ ഒരു കുസൃതി ചോദ്യം ഉണ്ടാക്കി. അവർ പറഞ്ഞു അത് വേറെ ആരുമല്ല, ഷിബു അച്ഛനാണ്. അവർ KDക്ക് കൊടുത്ത നിർവചനം കിഡ്നി ഡൊണേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, നിങ്ങൾ നൽകിയ എല്ലാ നല്ല സ്നേഹത്തിനും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തി നേടി ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി എന്തെന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഭാഗ്യം കിട്ടിയ നിങ്ങൾക്ക് മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് ഒരിക്കലും മടങ്ങിപ്പോകാതെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലഹരി അനുഭവിച്ചും ആസ്വദിച്ചും അക്ഷരാർത്ഥത്തിൽ ജീവിതത്തെ തന്നെ ആഘോഷമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടും. താങ്ക് യു അച്ഛ. ഈ